ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ ദാ എൻ്റെ ഡ്യൂട്ടിയിലോട്ട് കയറിയിട്ടോ. വേറെ ഒന്നുമല്ല, ഫസ്റ്റ് തന്നെ നമ്മുടെ ഹെൽത്ത് മിക്സ് കുറുക്ക് പൊടി ഉണ്ടല്ലോ, അതൊന്ന് കുറുക്കി സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. കാരണം എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഇന്നലെ ചോറൊന്നും ഉണ്ണാതെ കയറി കിടന്ന് ഉറങ്ങിയതേ. അതുകൊണ്ട് അവൾക്ക് രാവിലെ ഇതൊന്ന് എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ സമാധാനം ഉണ്ടല്ലോ. അവളിപ്പോൾ കളിച്ചോണ്ടിരിക്കുവാണേ ചേട്ടായിയുമായിട്ട്. കാരണം ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ രണ്ടുപേരുടെ അവിടെ കളിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആ കളിയുടെ ഇടയിൽ ഇതിങ്ങനെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അതങ്ങ് കഴിച്ചോളും. ഓൾറെഡി അവളുടെ വയറൊന്ന് നിറഞ്ഞോളുമല്ലോ. അല്ലെങ്കിൽ ഇതൊരു നല്ല സാധനമാണ്, ഹെൽത്തിന് ഓക്കെ ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ അതങ്ങ് ഉണ്ടാക്കിയെടുത്ത് ശരിയാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചേ. ഇന്നലെ കഴിക്കാതൊക്കെ കിടന്ന കാരണം ആൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവളായിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞ് വരുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മളായിട്ടങ്ങ് കൊടുക്കാന്നുള്ളതേ ഉള്ളേ. ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്, ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് വിട്ടുപോയതാണേ. എന്താണേലും ഞാൻ എടുത്തല്ല. അപ്പം നിങ്ങൾ ഞായറാഴ്ച ഞാൻ എന്തെടുക്കുവാന്ന് നിങ്ങൾ കാണണ്ടേ. സത്യത്തിൽ ഈ ഞായറാഴ്ച എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചു, ഒന്നും നടന്നില്ല കേട്ടോ. യാത്രയോട് ഒത്തിരി ഇഷ്ടമുള്ള ഞാനും യാത്രയോട് തീരെ ഇഷ്ടമില്ലാത്ത എൻ്റെ ഭർത്താവും. പിന്നെ എങ്ങനെ ഞങ്ങൾ പോകാനാ? എന്നാലും പോകും കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പം അടുത്ത ഞായറാഴ്ച ഞാൻ പോകും എന്താണെങ്കിലും. അപ്പം നിങ്ങളെ ഞാൻ കൂട്ടത്തിൽ കൂട്ടാവേ. രാവിലെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന്ന് 2 കൊമ്പൊക്കെ കെട്ടിയിട്ടാണ് നടക്കുന്നത്. ഇത് എത്ര സമയത്തേക്കാണെന്ന് അറിയത്തില്ല. കാരണം പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇവക്ക് ഇങ്ങനെ സ്ലൈഡ് കുത്തുന്നതോ അല്ലെങ്കിൽ മുടി ഇങ്ങനെ കെട്ടിവെക്കുന്നത്, മാല ഇടുന്നത്, ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം എന്താണേലും ഞാൻ കുറുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് നേരെ ചായ ഇട്ടിട്ട് ഞാൻ ഇത്തിരി മാഗി ഉണ്ടാക്കാൻ പോവാണ്. എനിക്കിന്ന് രാവിലെ മാഗിയാണേ. ഇവിടെ ഇന്ന് ഞായറാഴ്ച ദിവസം ഓരോരുത്തർക്കും ഓരോരോ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞായറും ശനിയും ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന പരിപാടിയില്ല. ചെറുക്കനെങ്ങാനും പോണെങ്കിൽ മാത്രമേ ഞാൻ ശനിയാഴ്ച എഴുന്നേൽക്കുള്ളൂ. ഞായറാഴ്ച ഓൾറെഡി അവധിയാണല്ലോ. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതല്ലേ, 2 ദിവസമെങ്കിലും ഒന്ന് ഉറങ്ങണ്ടേ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കഴിക്കാറാകുന്ന സമയമാകുമ്പോൾ നേരെ അമ്മയെ വിളിച്ച് ഓടിച്ചെന്നാൽ മതിയായിരുന്നു. ഇപ്പം നമ്മളെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരാൻ 2-3 പേരായി. അപ്പം ഞാൻ ചായയൊക്കെ എടുത്ത് ചൂടോടെ ഈ മാഗിയൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഇത് കഴിച്ചാൽ മാത്രമേ ഇനി അടുത്ത ഡ്യൂട്ടിക്ക് കയറാനുള്ള ഒരു ആരോഗ്യം വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അടുത്ത പരിപാടി അല്ല അടുത്ത ജോലിക്ക് കയറുന്നതിനകത്ത് നമുക്ക് ബോറടിക്കും, അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നത്തില്ല. വയറൊക്കെ നിറയാതെ എങ്ങാനും ആണെങ്കിൽ അന്നും വഴക്കും ദേഷ്യവുമായിരിക്കും. അപ്പം എന്താണെങ്കിലും ഞാൻ ചായയൊക്കെ കുടിച്ച് എൻ്റെ വയറൊക്കെ നിറച്ചിട്ട് നേരെ ഉച്ചക്കത്തെ പരിപാടിക്കകത്തോട്ട് കയറുവാണേ. വേറെ ഒന്നുമല്ല, ഇന്ന് ദാണ്ട ബീഫാട്ടോ. അപ്പം ഇന്ന് ബീഫ് കറി വെക്കാനുള്ള പരിപാടിയാണ്. എനിക്കിതിൽ നല്ല വിഷമമുണ്ട്. കാരണം ഈ ബീഫ് എന്ന് പറഞ്ഞ സാധനം ഞാൻ കഴിക്കത്തില്ല. അപ്പം എനിക്കിനി വേണമെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണ്ടേ. അപ്പം ഇവർക്കൊക്കെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബീഫ് ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വീണ്ടും ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടൊന്ന് തിരുമ്മി കഴുകി എടുക്കുവാണേ. ഇന്ന് ബീഫ് പെരട്ടി ഒന്നും വെക്കുന്നില്ല, ഇത് ഇച്ചിരി ചാറോട് കൂടിയാണ് വെക്കുന്നത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ബാക്കി പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞോളുമല്ലോ. എല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കി വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇതൊന്ന് കഴുകാനും പാടാണ്, അരിയാനും പാടാണ്. ഓൾറെഡി അവരവിടെ നിന്ന് അരിഞ്ഞ് തരുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കണം. കാരണം വലിയ പീസായിട്ടായിരിക്കും അവരവിടെ നിന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞൊക്കെ തരുന്നത്. അപ്പം ഞാനത് 5-6 പ്രാവശ്യം ഒന്ന് കഴുകി അതിൻ്റെ ബ്ലഡിൻ്റെ മയമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. നിങ്ങളുടെയൊക്കെ പരിപാടികളെല്ലാം കഴിഞ്ഞു വന്നേ. നിങ്ങളുടെ രാവിലെ ഇന്ന് ഞായറാഴ്ചത്തെ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞു കാണുമല്ലോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു സമയം തൊട്ടുള്ള വീഡിയോസൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കുവേ. പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അത് നടക്കുന്നില്ല. അതിൻ്റെ റീസണൊക്കെ ഞാൻ പയ്യെ പുറകെ പറഞ്ഞുതരാവേ. അതൊരു സസ്പെൻസ് ആയിട്ട് അവിടെ കിടന്നോട്ടെ. അപ്പം ഞാൻ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, പിന്നെ നമ്മുടെ ഗരം മസാല, ഉപ്പ്, ഇതെല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി അതിലൊന്ന് പിടിപ്പിക്കട്ടെ. കാരണം ഒത്തിരി നേരം വെക്കാനുള്ള സമയം നമുക്കില്ല. പെട്ടെന്ന് തന്നെ ഇത് കുക്കറി വെച്ച് വേവിക്കണം. ഓൾറെഡി സമയം പോയല്ലോ. ഈ ബീഫിൻ്റെ കറി ഒന്നായിട്ട് വേണം. പാലപ്പം കൂട്ടി കഴിക്കാനായിട്ട് 2 പേരോടെ വെയിറ്റിങ്ങിലാണേ. അച്ചാച്ചനും എൻ്റെ ചുട്ടാപ്പി അവിടെ കട്ട വെയിറ്റിങ്ങിലാണ്. എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഞാൻ കുറുക്കൊക്കെ കൊടുത്തു. ഞാനും മാഗി കഴിച്ചു. ഇവർക്ക് കറി ആയിട്ട് മതി എന്ന് പറഞ്ഞ കാരണം അവളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടേ.
അപ്പോൾ ഇതെല്ലാം കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നേരെ നമ്മുടെ കുക്കറിനകത്തോട്ട് ഇട്ടേക്കാം. കുക്കറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഓൾറെഡി ബീഫൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് ഓൾറെഡി വെള്ളം വരുവേ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. കുക്കറിനകത്ത് അത് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കിനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ശരിയാക്കി വെക്കാവേ. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും ഇത്രയും സാധനങ്ങൾ എടുത്ത് റെഡിയാക്കി വെക്കുവാണെങ്കിൽ ആ റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ബീഫും വെന്തോളും അവിടെ ഇരുന്ന്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചിടുന്നില്ല. ഇവർക്ക് ഇതിൽ ഇങ്ങനെ അരിഞ്ഞ് ഇടുന്നതാ ഇഷ്ടവേ. അതുകൊണ്ട് ഞാൻ അരിഞ്ഞ് തന്നെയാണ് ഇടുന്നത്, ചതയ്ക്കുന്നില്ല. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് പോകുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് എന്നും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ബീഫ് ഓൾറെഡി വെന്തു, ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ആദ്യം പൊട്ടിക്കാവേ. കടുക് പൊട്ടിക്കാന്നല്ല, കടുകിടാം. അപ്പം കടുകൊക്കെ ദാണ്ടിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇടാവേ. തേങ്ങാക്കൊത്ത് എനിക്ക് തോന്നുന്നു തേങ്ങ ഇത്തിരി ഇളത്തയായിരുന്നു തോന്നുന്നു. ഞാൻ ആ ഇട്ടതിന്റെ പുറകെ അത് മൊത്തത്തിൽ പൊട്ടി തെറിച്ചേട്ടാ. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാവേ. ഇതാ കണ്ടോണോ അത് പൊട്ടുന്നത്, കണ്ടോ? ഇങ്ങനെ ഇത് പൊട്ടുമെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴറിയുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ സവോളയ്ക്ക് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, ചിക്കൻ അല്ലല്ലോ ബീഫ്, ചിക്കൻ മാത്രമേ വരത്തുള്ളൂ കാരണം എനിക്ക് ചിക്കനല്ലേ ഇഷ്ടം. അപ്പോൾ ബീഫിൻ്റെ മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചിക്കൻ ആയിരുന്നെങ്കിൽ ഉണ്ടാക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബീഫിൻ്റെ വെന്തിട്ട് വേഗം വെച്ചില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ചാറുണ്ടല്ലോ ആ ചാറും കൂടെ ഒഴിച്ചിട്ട് ഒരു ചെറിയ ഗ്രേവി പോലെ ആക്കാവേ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്തിരി ചാറോട് കൂടി വെക്കുന്നത് കാരണം അതിൻ്റെ വെള്ളവും ബീഫും മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇനി അതാ ചാറോട് കൂടി അവിടെ ഇരുന്നൊന്ന് ബാക്കിയും കൂടെ വെന്ത് വരട്ടെ. അപ്പോൾ ഇത്തിരിയും കൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് പിടിച്ചിട്ടേ നല്ല ടേസ്റ്റ്. അന്നേരം ബീഫ് തിന്നാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കഴിക്കാറില്ല. അപ്പോൾ എന്താണേലും എൻ്റെ ബീഫ് കറിയൊക്കെ അവിടെ ഇരുന്ന് തിളച്ച് നല്ല സുന്ദര കുട്ടനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കപ്പ വേവിച്ചതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ചാറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. കപ്പയും ബീഫോ അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ടയും ബീഫോ ഒക്കെ ആയിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പം എന്താണേലും എനിക്കിന്ന് കപ്പയും ഇല്ല പൊറോട്ടയും ഇല്ല. ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് പാലപ്പമാണ്. അപ്പോൾ ഇന്നതാ എൻ്റെ ഞായറാഴ്ച ദിവസത്തെ രാവിലത്തെ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ തന്നില്ലെന്ന് വേണ്ട, അതാ ബീഫ് കറി എടുത്തോ, പാലപ്പം ഞാൻ പുറകെ ഉണ്ടാക്കി തരാവേ. നല്ല ചൂടായിട്ട് പാലപ്പവും ബീഫുമാണ് ഇന്ന് രാവിലെ. അപ്പം ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വീഡിയോസൊക്കെ കാണണേ.